ഓരോരോ സംഭവങ്ങൾ മനസ്സിൽ ഓടിയെത്തുമ്പോഴാണ് നമ്മൾ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുന്നത്. ഇത് പറയാൻ കാരണം ഇന്ന് ഞാൻ 2 വർഷമായി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന MBA സ്റ്റുഡൻറ്റിന് ഉന്നത വിജയം നേടാൻ കഴിഞ്ഞു. MBA ഉന്നത വിജയം നേടിയ ആ കുട്ടി എനിക്ക് പ്രസൻ്റായി തന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ആ പുസ്തകം അനവധി തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ശിഷ്യ അത് തന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക്. 1979 അന്ന് ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ ആകെ 60 കുട്ടികൾ, അതിൽ 35 പേരും ഗേൾസ്. ആ ക്ലാസ്സിലെ ഏറ്റവും ഉയരം കൂടിയ വിദ്യാർത്ഥി ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ ചില പെൺകുട്ടികൾ എന്നെ തോട്ടിക്കോലെ എന്ന് വിളിച്ച് കളിയാക്കും. അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും എന്നെ കളിയാക്കിയിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ഞാൻ വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ കൂടെയുള്ള 6 അടിയിൽ അധികം പൊക്കമുള്ള ആളെ കണ്ട് ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? ഇതാണ് എൻ്റെ ഹസ്ബൻഡ് രാധാകൃഷ്ണൻ. 5 അടി 1 ഇഞ്ച് മാത്രം ഉയരമുള്ള ആ കുട്ടിക്ക് 6 അടിയിൽ അധികം ഹൈറ്റുള്ള ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, നീ എന്നെ കളിയാക്കാറില്ലേ തോട്ടിക്കോലെ എന്ന് പറഞ്ഞ്. അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാധാകൃഷ്ണ, ഒരു രഹസ്യം പറയട്ടെ, ഉയരം ഉള്ളവർക്കാണ് സ്നേഹം കൂടുതൽ. ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞു, ശരി. പിന്നെ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കഥയിലെ MBA പാസ്സായ കുട്ടി ആരാണെന്നറിയാമോ? എന്നെ തോട്ടിക്കോലെ എന്ന് വിളിച്ചിരുന്ന ആ കുട്ടിയുടെ മകളാണ് ഈ കുട്ടി. അത് ഞാൻ അറിഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രമാണ്. എങ്കിലും ഞാനത് അറിഞ്ഞതായി ഭാവിച്ചില്ല. 1981 വീണ്ടും നമ്മൾ പോകുകയാണ്. 2ാം വർഷ പ്രീ ഡിഗ്രി റിസൾട്ട് വന്നു. ഇംഗ്ലീഷിൽ ആ കോളേജിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക്. എന്നെ പഠിപ്പിച്ചിരുന്ന ഇന്നലെ ടീച്ചർ എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, രാധാകൃഷ്ണൻ, വെരി ഗുഡ്. ട്യൂഷന് പോയിരുന്നു? ഇല്ല ടീച്ചർ എന്ന് പറയുമ്പോഴും, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും ടീച്ചർ എന്നെ ഉറ്റ് നോക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാണ് രാധാകൃഷ്ണനെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നത്? ടീച്ചറുടെ അടുത്ത വാക്കുകൾ. ഞാൻ പറഞ്ഞു, എവിടെ പഠിക്കുമ്പോഴും ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് ബോയായി ജോലി ചെയ്യുകയായിരുന്നു. 5 മണി മുതൽ 7 മണി വരെ അവിടെ ഡ്യൂട്ടിയുണ്ട്. മാസം 15 രൂപ ശമ്പളം. അതുകൊണ്ട് ട്യൂഷന് പോകാനൊന്നും നേരമുണ്ടായില്ല. പക്ഷേ നല്ല ഒരു നേട്ടമുണ്ടായി. അവിടെ വരുന്ന ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു എന്നിവ ഞാൻ ഡെയിലി വായിക്കും. ആദ്യമൊന്നും നമ്മൾക്ക് അർത്ഥം മനസ്സിലാകില്ല. പിന്നെ വായിച്ച് സ്വന്തമായി വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതാണ് എൻ്റെ പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് പരീക്ഷയിലും റിഫ്ലക്റ്റ് ചെയ്തത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് ഈ തോട്ടിക്കോലെ എന്ന് വിളിച്ച പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാധാകൃഷ്ണൻ, കൺഗ്രാജുലേഷൻസ്. രാധാകൃഷ്ണൻ ഇങ്ങനെ പഠിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി, എനിക്ക് ഒരു വിഷമവുമില്ല. ഉയരം നല്ലതാണ്. എനിക്ക് ഹൈറ്റ് ഇഷ്ടമാണ്. അത് ഇനി കുറയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അവൾക്ക് മനസ്സിൽ വളരെ വിഷമം തോന്നിയിരുന്നു. ഇനി 1991 കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റൻ്റായി നിയമനം കിട്ടി. ഞാൻ ജോലിയിൽ ചേർന്നിട്ട് 4 മാസമേ ആകുന്നുള്ളൂ. വീട്ടിൽ നിന്ന് അടുത്ത് നിന്ന് പാസഞ്ചർ ട്രെയിനിൽ കയറി അവിടെ എത്തുമ്പോൾ 8:30 എത്തും രാവിലെ. അവിടെ എത്തി നേരത്തെ തന്നെ ഓഫീസിൽ വല്ല പെൻഡിങ് ജോലികളും ഉണ്ടെങ്കിൽ അതും പൂർത്തിയാക്കും.
ഒരു ദിവസം നേരത്തെ ചെന്നിരിക്കുമ്പോൾ വരാന്തയിൽ ഒരാൾ നിൽക്കുന്നു. എവിടെയോ കണ്ടുമറന്ന മുഖം. ഞാൻ പുറത്തു ചെന്നു. ആ, ഇത് ഇന്നലെ ടീച്ചറല്ലേ? ടീച്ചർക്കും എൻ്റെ പേര് പരിചയമുണ്ട്. രാധാകൃഷ്ണൻ എന്താണ് ഇവിടെ? ടീച്ചർ, ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് ഗ്രേഡ് 2. ടീച്ചർ പറഞ്ഞു, വെരി ഗുഡ്. ഞാൻ വളരെയധികം പേരെ പഠിപ്പിച്ചിട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ ഹൈക്കോടതിയിൽ ആദ്യമായാണ് എൻ്റെ ഒരു വിദ്യാർത്ഥി ജോലി ചെയ്യുന്നത് കാണുന്നത്. ടീച്ചറുടെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്ന് ഒരു കേസുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിന് വന്നതാണ്. സമയം 9 മണിയാകുന്നേ ഉള്ളൂ. ടീച്ചറെ എൻ്റെ ഓഫീസിൽ വിളിച്ചിരുത്തി ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ചായയും കുടിച്ച് ഞാനും ടീച്ചറും കൂടി AG's ഓഫീസിലേക്ക്. AG's ഓഫീസിൽ എല്ലാവരും പരിചയക്കാരാണ്. ഹൈക്കോടതിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അഡ്വക്കേറ്റ് ജനറൽ വാദിക്കാൻ വരുന്നത് ഹൈക്കോടതിയിലാണ്. അതുകൊണ്ട് എല്ലാ സ്റ്റാഫിനെയും എനിക്കും പരിചയമുണ്ട്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് ഒരു നിമിഷം കൊണ്ട് ടീച്ചർക്കുള്ള സർട്ടിഫിക്കറ്റ് അവർ തയ്യാറാക്കി തന്നു. എന്നിട്ട് ടീച്ചർ എന്നോട് പറഞ്ഞു, രാധാകൃഷ്ണൻ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. രാധാകൃഷ്ണൻ ഈ നിലയിലെത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ എനിക്ക് രാധാകൃഷ്ണൻ്റെ മുഖം ഒരിക്കലും മറക്കാനും കഴിയുമായിരുന്നില്ല. ഇംഗ്ലീഷിൽ ടോപ്പർ ആയതുകൊണ്ട്. അതൊക്കെ അങ്ങനെ പോകും ടീച്ചർ. ടീച്ചറെ ഓട്ടോയിൽ കയറ്റിവിടുമ്പോൾ ടീച്ചർ എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോൻ ഇനിയും വളരും, ഉയരങ്ങളിൽ എത്തും. ഞാൻ ടീച്ചർക്ക് ടാറ്റ കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ വീണ്ടും മനസ്സിൽ ആ പഴയ കാലം. ഇന്ന് എന്നെ അന്ന് തോട്ടിക്കോല് എന്ന് വിളിച്ച കുട്ടിയുടെ മകളെ പഠിപ്പിച്ച് MBA ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, നേട്ടം. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾക്ക് ഉള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മൾക്ക് ഒരു ബുക്കുണ്ടെങ്കിൽ ആ ബുക്ക് അനവധി പേർക്ക് വായിക്കാൻ കൊടുക്കുക. ചില വ്യക്തികൾ അങ്ങനെയല്ല. ബുക്കുകൾ ഒളിച്ച് വയ്ക്കുന്ന ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാടില്ല. നമ്മളെല്ലാവരും ജീവിതാവസാനം വരെ വിദ്യാർത്ഥികളാണ്. നമുക്കറിയുന്നത് ഓരോ വിഷയത്തിൻ്റെയും 10% കുറവാണെന്ന കാര്യം എല്ലാവരും ഓർക്കുക. ഇനിയും ഇങ്ങനെയുള്ള നൊസ്റ്റാൾജിയ ഉള്ള കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കും. അത് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണെന്ന് മാത്രം.